ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് രാഖി. ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2020 എൻ്റെ കസിൻ വഴിയാണ് ഞാനിത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം ഞാൻ MCOM പാസ് ഔട്ടായി കഴിഞ്ഞ് 2 years എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പുറത്ത് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കൊറോണയൊക്കെ വന്നു. അത് കഴിഞ്ഞ് എൻ്റെ പുറത്ത് പോകുന്ന അറ്റംപ്റ്റൊക്കെ ഫെയിലിയറായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് ഈ 2020 ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അതായത് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു പ്രാർത്ഥന മാത്രം മതിയായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഉടമ്പടി വീണ്ടും പുതുക്കി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ എനിക്ക് എൻ്റെ കാര്യത്തിൽ പ്രോഗ്രസ് വന്നു. മാതാവ് തന്നെ എനിക്ക് ഓരോ ഐഡിയാസ് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ കാനഡയുടെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. സ്റ്റഡി പെർമിറ്റിന് വേണ്ടിയാണ്. അതെല്ലാം നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് IELTS ആണല്ലോ. അപ്പോൾ IELTSന് വേണ്ടി ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ IELTS പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ വന്ന് ഞാനിവിടെ അമ്മയ്ക്ക് മുന്നിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. പക്ഷേ IELTS എനിക്ക് ഭയങ്കര പാടൊക്കെ ആയിരുന്നു. 3 മൊഡ്യൂൾസ് എല്ലാം ഭയങ്കര പാടായിരുന്നു. ഞാൻ വിചാരിച്ച് കിട്ടത്തില്ലായിരിക്കുമെന്ന്. പക്ഷേ മാതാവ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാക്കി തന്നു. ഞാൻ അത് കഴിഞ്ഞ ഉടനെ ഇവിടെ വന്നായിരുന്നു. ഞാൻ സാക്ഷി എഴുതി കൊടുത്തേക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്രോസസ്സ് കോളേജിലേക്ക് അപ്ലൈ ചെയ്യുകയായിരുന്നു. കോളേജിലും അപ്ലൈ ചെയ്തു. ഒരു 3-4 വീക്സിനുള്ളിൽ തന്നെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററാണ് എനിക്ക് ആദ്യം തന്നെ വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഫീസിൻ്റെ കാര്യമാണെങ്കിലും ബയോമെട്രിക്സ് ആണെങ്കിലും പിന്നെ തുടർന്നുള്ള വിസ സബ്മിഷൻ വരെ എല്ലാം കറക്റ്റായിട്ട് ഭംഗിയായിട്ട് രീതിയിൽ നടന്നു. പിന്നെ വിസ സബ്മിറ്റ് ചെയ്തു. November 15 വിസയുടെ ഡിസിഷൻ വന്നു. അത് റിജക്ഷൻ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും റിജക്ഷൻ വന്നല്ലോ. പക്ഷേ എന്നാലും ഞങ്ങളെല്ലാവരും ഒന്നുകൂടെ അമ്മയിലും ഈശോയിലും മുറുകെ പിടിച്ചു. പ്രേക്ഷിത പ്രവർത്തനങ്ങളും ബൈബിൾ വായനയൊക്കെ ആണെങ്കിലും എല്ലാം ഭയങ്കര സ്ട്രോങ് ആക്കി. ജപമാല അറിയത്തില്ലായിരുന്നു. പക്ഷേ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് കൃപ ലഭിച്ചു. അപ്പോൾ അന്ന് ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചു. അങ്ങനെ എല്ലാം സ്ട്രോങ് ആക്കി. രോഗികളെ സന്ദർശനമാണെങ്കിലും ഈ ഫുഡുണ്ടാക്കി വഴിയരികത്തിരിക്കുന്നവർക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റി. അതെല്ലാം സ്ട്രോങ് ആയിട്ട് നടന്നു. എന്നിട്ട് ഞാൻ ഒരു ഡേറ്റ് ഇട്ടു മാതാവിനോട്. എനിക്ക് December 9 എനിക്ക് എൻ്റെ വിസ അപ്രൂവൽ ലെറ്റർ എനിക്ക് മാതാവ് തരണം എന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് January 9 ക്ലാസ് തുടങ്ങും. അങ്ങനെ അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഡേ ഇതുപോലെ വന്ന് അമ്മയുടെ മുന്നിൽ ആദ്യമേ വന്ന് പറയത്തുള്ളൂ, എന്നിട്ടേ ബാക്കിയുള്ളവരോടൊക്കെ പറയത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ കാനഡയുടെ അവിടെ 9 എനിക്ക് വിസ അപ്രൂവൽ ലെറ്റർ കിട്ടി. ഞാൻ നാളെ ടിക്കറ്റ് എടുക്കും. 3rd പോകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും നല്ല തലവേദനയായിരുന്നു. ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോഴും ഈ വെയിലൊക്കെ അടിക്കുമ്പോഴും നല്ല തലവേദനയായിരുന്നു. പിന്നെ വൈകിട്ട് വന്നാൽ ടാബ്ലറ്റ് കഴിക്കാതെ എൻ്റെ തലവേദന മാറത്തില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ തലവേദന എനിക്കിപ്പോൾ ഇല്ല. പിന്നെ അമ്മയ്ക്കാണെങ്കിലും മുട്ടുവേദന ഏകദേശം ഒരു 30 വർഷത്തോളമായി. അമ്മയുടെ കാലിന് നല്ല വേദനയൊക്കെ ആയിരുന്നു, നീരൊക്കെ ഉണ്ടായിരുന്നു, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി തൈലം എന്ന് തേച്ച് തൊട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അന്ന് അമ്മയുടെ മുട്ടിൻ്റെ വേദനയൊക്കെ കുറവുണ്ട്. ഇപ്പം കാലൊക്കെ മടക്കാനൊക്കെ പറ്റും. പിന്നെ അമ്മയ്ക്ക് ഇടയ്ക്ക് ഒരു വട്ടം വോമിറ്റിങ് വന്നപ്പോഴും ചെസ്റ്റിലെന്തോ ഇരിക്കുന്ന പോലെ തോന്നി. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ അവിടെ ECG എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വേരിയേഷന് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം വേരിയേഷൻ വന്നപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് റിക്വസ്റ്റ് ചെയ്തു. അപ്പം അമ്മ പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോർമലാണ്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ദൈവത്തിന് മഹത്വം. എൻ്റെ പേര് ജെനി ജയ്. ഞാൻ ഗുജറാത്തിൽ നിന്നാണ്. സോ ആക്ച്വലി ഞാൻ BCom ഗ്രാജുവേറ്റ് ആണ്. BCom ഗ്രാജുവേറ്റ് ആയിട്ട് 2021 ഗ്രാജുവേറ്റ് ആയത്. സോ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിൽ വന്നു. എൻ്റെ വിസ പ്രോസസ്സിങ്ങിക്ക് വേണ്ടി ഞാൻ ആക്ച്വലി വെളിയിൽ പോകാൻ വേണ്ടിയായിരുന്നു. സോ ഞാൻ മാൾട്ടയിൽ പോകാനായിരുന്നു. സോ ഞാൻ കേരളത്തിൽ വന്നു. ഞാൻ എൻ്റെ ആൻറ്റി അങ്കിളുടെ കൂടി പത്തനംതിട്ട റാന്നിയിലാണ് താമസിക്കുന്നത്. സോ ഞാൻ വന്നപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് വിസ കിട്ടിക്കോലും എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ
അത്രയൊന്നും മമ്മിയൊക്കെ ആക്ച്വലി പ്രാർത്ഥിക്കുന്നുണ്ട്, ബട്ട് ഞാൻ അത്ര ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഓക്കെ. അപ്പോൾ പിന്നെ മമ്മി ആക്ച്വലി ഏപ്രിലിൽ ഉടമ്പടി എടുത്തു. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഞാനും ഉണ്ടായിരുന്നു. ബട്ട് മമ്മി 6 വിഷ് എഴുതാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ എഴുതണ്ട, മമ്മിയുടെ എല്ലാം എഴുതിക്കോ, എൻ്റെ ഒന്ന് ആഡ് ചെയ്യേണ്ട, PCOS എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി പറയുവാണെങ്കിൽ എൻ്റെ PCOS എനിക്ക് മെഡിക്കേഷൻ ഇല്ലാതെ എൻ്റെ പീരിയഡ് റെഗുലറായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മമ്മീനെ ഇങ്ങനെ പറഞ്ഞായിരുന്നു ദാറ്റ് എൻ്റെ ഒന്നും എഴുതണ്ട, വിസയുടെ ഒന്നും എഴുതണ്ട, എൻ്റെ ഐക്കോലും ഞാൻ ഇങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് എൻ്റെ മെറിറ്റ് ഉണ്ടല്ലോ, എനിക്ക് വേണ്ട, ചുമ്മാ വേസ്റ്റ് ചെയ്യണ്ട, ചുമ്മാ വേറെ വിഷമൊക്കെ എഴുതിക്കോന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം മമ്മി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് മമ്മി വിട്ട് കളഞ്ഞു. മമ്മിയൊക്കെ അത് ബാക്കിയെല്ലാം എഴുതിയിട്ട് മമ്മി പോയി. നമ്മളെല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ജൂലൈയിലൊക്കെ ആയപ്പോൾ എനിക്ക് റെഫ്യൂസൽഡ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എനിക്ക് മെറിറ്റ് ഉണ്ടായിരുന്നല്ലോ, എനിക്കെല്ലാം ഉണ്ടായിരുന്നല്ലോ, പിന്നെ നിന്നെ ആയെന്നൊന്നും അറിയത്തില്ല. എന്നിപ്പോൾ ഇച്ചിരി ഡിപ്രസ്സായി പോയി. ആക്ച്വലി മമ്മിയൊക്കെ എല്ലാവരും തിരിച്ച് ഗുജറാത്തിൽ പോയി, ഞാൻ മാത്രം കേരളത്തിലിരുന്നു. ഞാൻ അവിടുത്തെ എറണാകുളം പോകാൻ വരാനും ഒക്കെ ഈസി ആയിരിക്കും, അതുക്ക് വേണ്ടി ഞാൻ കേരളത്തിൽ തന്നെ ഇരുന്നു. സോ ഞാൻ തിരിച്ച് പോയില്ല. എൻ്റെ മമ്മി എല്ലാവരും പോയി, ഞാൻ മാത്രം അവിടെ ഇരുന്നു. ഞാൻ ഓർത്ത് ജൂലൈയിൽ എനിക്ക് കിട്ടുമ്പോൾ പിന്നെ എല്ലാവരും പോയാൽ മതിയല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചതാണ്. എല്ലാവരെയും ഒക്കെ ബൈന്നൊക്കെ എല്ലാം പറഞ്ഞ് ഫെയർവെല്ലൊക്കെ ആയിട്ട് ഞാൻ വന്നതായിരുന്നു. തിരിച്ച് പോകാൻ ഇച്ചിരി ഇങ്ങനെ മനസ്സിലായിരുന്നു. സോ ഞാൻ പോയില്ല. പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് എനിക്ക് ജൂലൈയിൽ എനിക്ക് റെഫ്യൂസൽ കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി ഇങ്ങനെ സങ്കടം വന്നു, ഇച്ചിരി ഡിപ്രഷനും പിന്നെ ആങ്സൈറ്റി പോലെ ഇങ്ങനെയൊക്കെ വന്നു. ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്താകും, എൻ്റെ ഒന്നും ആകത്തില്ലല്ലോ എന്നിങ്ങനെയൊക്കെ ആയി. അപ്പോൾ പിന്നെ എൻ്റെ ആൻറ്റിയും പിന്നെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നീയും ഉടമ്പടി എടുത്തോ. ഇപ്പം ഞാൻ ജൂലൈ മാസത്തിൽ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് 22 ജൂലൈയിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മാതാവിനെ എടുത്തുകൊണ്ട് വരാൻ എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു. സോ എനിക്ക് അതൊരു നല്ല എനിക്ക് തോന്നി എനിക്ക് എന്തെങ്കിലും കിട്ടാനായിരിക്കും എനിക്ക് മാതാവിനെ കിട്ടിയെന്ന് ഞാൻ ഇച്ചിരി ഇങ്ങനെ ബിലീവ് വന്നു. പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് എനിക്ക് പേപ്പറൊക്കെ ഇങ്ങനെ ടാസ്കൊക്കെ അല്ലേ, ഇങ്ങനെ ഒരു മിഷൻ പോലെയല്ലേ, നമ്മൾക്ക് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, നമുക്ക് ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ അങ്കിളുടെ കൂടി ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൻ്റെ മുമ്പേ ചാരിറ്റിക്ക് വേണ്ടി എല്ലാ ആൾക്കാരുകൾ വരുമ്പോൾ അവരൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പേപ്പർ റെയിൽവേ ഓട്ടോക്കാരും പിന്നെ കടക്കാരെയൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ കേട്ടാൻ തരത്തില്ല, ബട്ട് ഞാൻ വെളിയിൽ എല്ലാവരെയും കൊടുത്തായിരുന്നു. പിന്നെ അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഡേ ഇങ്ങനെ ആക്കി ആയപ്പോൾ എൻ്റെ മലയാളം ഇച്ചിരി ആർക്കും അത്ര മനസ്സിലാകത്തില്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ, ഞാൻ ആരുടെയോ അണ്ടറിൽ ജോലി ചെയ്യുക പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം അവരെല്ലാവരും പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഇപ്പോൾ നീ പിന്നെ വന്നാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഓണർ വന്നു കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു അത് ഫ്രീയാണ്, അത് ഞാൻ ആരുടെയോ അണ്ടറിൽ ജോലി ചെയ്യുമല്ല, ഇത് ഞാൻ ഉടമ്പടി എടുത്തതാണ്. സോ എനിക്കതെങ്ങനെയൊക്കെ ചെയ്യണം, അതൊക്കെ നമുക്ക് പ്രവൃത്തികളൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ എടുത്തു, സ്റ്റാർട്ടിങ് ഇങ്ങനെ ആയി. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുമല്ലോ, ഞാൻ ഒന്നും ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. സോ ഞാൻ മാക്സിമം ടൈം ഇപ്പോൾ ബൈബിൾ വായിക്കുന്നു ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ വേറെ ഒത്തിരി ടെസ്റ്റ് മണിയൊക്കെ കാണുമ്പോൾ ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞിട്ടുണ്ട് കൃപാസനം മാതാവേ ആവേ മരിയാന്ന് ഒത്തിരി പ്രാവശ്യം എഴുതുന്നു. ഇങ്ങനെ എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനും എഴുതാമെന്ന് ഓർത്ത് എനിക്ക് കിട്ടുന്ന വരെ ഞാൻ എഴുതാമെന്ന് വെച്ചു. സോ എനിക്കൊരു ഡയറി ഉണ്ട്, ആ ഡയറിയിൽ മാക്സിമം ഫുൾ പേജ് കംപ്ലീറ്റായി. ഫുൾ പേജ് ഇല്ല, ഹാഫ് പേജ് കംപ്ലീറ്റായി ഞാനിങ്ങനെ എഴുതി ഫുൾ തീരാറായി. അപ്പോൾ പിന്നെ ഞാനൊരു എൻ്റെ ഒന്നും ആകുന്നില്ലല്ലോ, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, മാക്സിമം എല്ലാം ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നു. പിന്നെ ഗ്രാജുവലി ഒക്കെ ഞാൻ ഇച്ചിരി ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിളിൽ ഞാൻ എവറി ഡേ 5 ചാപ്റ്റേഴ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 5 ചാപ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ഞാനെല്ലാം ഇങ്ങനെ നോക്കുവേ. ഞാൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റാണ് തുടങ്ങിയത്. സോ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് ക്രോണിക്കിൾസ് വരെ ഞാൻ വായിച്ച് കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ക്രോണിക്കിൾ തുടങ്ങുന്ന മുമ്പിൽ ഒത്തിരി ആൾക്കാരുടെ പേരുകളൊക്കെ ഓർത്തപ്പോൾ ഞാൻ ഓർത്തോ അത് ഇങ്ങനെ നല്ല പേരുകൾ ഇങ്ങനെ ഒത്തിരി ഹാർഡൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ജമ്പ് ചെയ്യാൻ ഓർത്ത് ഈശോയുടെ ഒക്കെ എല്ലാം നോക്കാമല്ലോ എന്ന് ഓർത്ത് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ പോയി. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ പോയപ്പോൾ ഞാൻ എല്ലാം റീഡിങ് ചെയ്യപ്പോൾ എവറി ഡേ 5 ചാപ്റ്റേഴ്സ് വായിക്കുന്നുണ്ടല്ലോ.
സോ 5 ചാപ്റ്റേഴ്സ് വായിക്കുമ്പോൾ ഞാനിങ്ങനെ ഊഹിച്ച് വെക്കുവേ ആ ഡേറ്റിൽ അത്ര 5 ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അത്ര ഡേറ്റിൽ അത്ര ഉണ്ടായിരിക്കും ഇങ്ങനെ. അപ്പോൾ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസിൽ 28 ചാപ്റ്ററിൽ പൗലോസ്ലിയ മാൾട്ടയിൽ പോകാനുള്ള ഫുൾ വേഴ്സും ചാപ്റ്റേഴ്സും ഉണ്ട്. സോ ഞാൻ ഓർത്തു അത് ഏത് ദിവസം വരണേന്ന് ചുമ്മാ ഇങ്ങനെ അസംഷൻ ചെയ്ത് വെച്ചു, ഏത് ഡേറ്റിലാണ് ഞാൻ മാൾട്ടയുടെ വായിക്കാൻ പോണ അത് ഏത് ഡേറ്റിൽ വരുമെന്ന് അത് നോക്കി അസംഷൻ ചെയ്തു. അത് ചെയ്തപ്പോൾ 6th ഡിസംബറിലാണ് എനിക്കത് വായിക്കാൻ വരണേ. അപ്പം ഞാനോർത്തു ഓക്കെ 6th ഡിസംബറിൻ്റെ മുമ്പിൽ എനിക്ക് കിട്ടിക്കൊള്ളുമല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാനോർത്തു ഓക്കെ ഞാൻ വായിച്ചു. പിന്നെ ലാസ്റ്റിൽ പിന്നെ എൻ്റെ 5th ഡിസംബർ ആയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു ദാറ്റ് എൻ്റെ ഡിസ്പാച്ച് ആയിട്ടുണ്ട്, കേരളത്തിൽ വരുന്നുണ്ടെന്ന്. അപ്പം ഞാൻ പേടിച്ച് പോയി, ഞാൻ അയ്യോ ഇപ്പോൾ തിരിച്ച് റെഫ്യൂസിലായിരിക്കുമോ ഇങ്ങനെ പേടിച്ചിങ്ങനെ ടെൻഷനിലായിരുന്നു. സോ പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു എനിക്ക് മാതാവ് തന്നോലും. പിന്നെ ഞാൻ 10:40 ആയപ്പോൾ എനിക്ക് മെസ്സേജ് വന്നതായിരുന്നു കേരളത്തിൽ വന്നു. 10:40 പറഞ്ഞാൽ എന്തുവാ, മാതാവിൻ്റെ പണ്ടത്തെ ഗ്രോട്ടോയിൽ ടൈം ഉണ്ടായിരുന്നല്ലോ 8 ഉം 10 അത് 10:40 ആയിട്ട് വായിക്കാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ 10:40 എനിക്ക് കിട്ടി. അപ്പം മാതാവ് ഇച്ചിരി ഒരു സൈൻ ഉണ്ട്. പിന്നെ സെക്കൻഡ് സൈൻ പിന്നെ ഞാൻ ഓർത്തു ഓക്കെ എൻ്റെ കിട്ടി. പിന്നെ എറണാകുളത്തിൽ വന്നത് 2:50 സംതിങ് ആയപ്പോലെ. അത് 2:50 ഞാനിങ്ങനെ വിചാരിച്ചു മാതാവ് ഇങ്ങനെ കൈ വെക്കുന്നുണ്ട് ക്ലോക്കിൽ. അപ്പം ഈ കൈ വരണ 2 o'clock, ഈ കൈ വരണ 10 പറഞ്ഞ 50. സോ 2:50 എനിക്ക് എറണാകുളത്തിൽ വന്നു അങ്ങനെ നമ്മൾ ഡിസ്പാച്ചിൽ ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാനോർത്ത് നോക്കി ഇപ്പോൾ ഷോറാ മാതാവ് തന്നെയായിരിക്കും എൻ്റെ ചെയ്യുന്നതെന്ന്. പിന്നെ ആ ദിവസം തന്നെ രാവിലെ ഞാൻ അച്ഛൻ്റെ ടോക്കൺ കേട്ടോണ്ടിരിക്കുക. എനിക്ക് അത്ര മലയാളം അത്ര പ്യുവറായിട്ട് അറിയില്ല. സോ എനിക്ക് ഇച്ചിരി കേൾക്കാൻ അറിയാൻ വന്നു. 4 നമ്പറുടെ ഡിജിറ്റ് എന്തെങ്കിലും പ്രത്യേകം ഉണ്ട് ബൈബിളിൽ ഒത്തിരി ഉണ്ട് ഇങ്ങനെ എന്തോ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് അയ്യോ അത് വന്നല്ലോ. 10:40 കണ്ടു, പിന്നെ 2:50 കണ്ടു. ഇപ്പം എൻ്റെ എപ്പോൾ കിട്ടും ഒന്നും അറിയില്ല. സോ അത് ഞാൻ നോക്കിയപ്പോൾ 4 മണിക്ക് കിട്ടുമായിരിക്കുമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. ബട്ട് 4 മണിക്ക് വന്നില്ല. ബട്ട് 4:14 ആയപ്പോൾ എനിക്ക് ഒരു ഫോൺ വന്നു, ഏജൻസീന്നാ ഫോൺ വന്നപ്പോൾ ഞാൻ ഓർത്ത് ഹലോ പാസ്പോർട്ട് വന്നേ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പേടിച്ച് ഫോൺ കട്ടാക്കിയിട്ട് ഞാൻ പ്രത്യക്ഷ എല്ലാം പ്രാർത്ഥന എല്ലാം ചൊല്ലി കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ചപ്പോൾ എൻ്റെ പപ്പയാ ഫോൺ വിളിച്ചത്. അപ്പോൾ പപ്പാനെ ആക്ച്വലി ഏജൻസിക്കാർ ഞാൻ ഫോൺ കട്ടായെന്ന് പപ്പാനെ വിളിച്ച് പറഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 5th ഡിസംബറിൽ എനിക്ക് മാൾട്ടയുടെ വിസ കിട്ടി. 6th ആയിരുന്നല്ലോ, ബട്ട് അതിന് മുമ്പ് എനിക്ക് കിട്ടി. സോ 5th ഡിസംബറിൽ എനിക്ക് മാൾട്ടയുടെ വിസ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ സന്തോഷത്തിലായി. പിന്നെ ഞാൻ ഓർത്ത് താങ്ക് യു ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ ഒരു ജപമാല ഫുള്ള് ആ സമയത്ത് എനിക്ക് കിട്ടിയപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ആൻറ്റിമാരെയും എല്ലാവരെയും പറഞ്ഞു. ഞാൻ ആൻറ്റിയുടെ കൂടിലാണല്ലോ താമസിക്കുന്നത്. സോ ഞാൻ ആൻറ്റീനെ നോക്കി പറഞ്ഞു. ആൻറ്റിയൊക്കെ എല്ലാവരും ഇങ്ങനെ കരയും. ഒത്തിരി ഞാൻ 7 months ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടില്ലല്ലോ. സോ ഞാൻ ഇച്ചിരി സങ്കടത്തിലായിരുന്നു ആദ്യമേ തൊട്ട്. സോ അതൊക്കെയായി. പിന്നെ എനിക്ക് 5th ഡിസംബറിൽ കിട്ടി. ഇപ്പോൾ 15th ഡിസംബറിൽ ഞാൻ മാൾട്ട പോവാണ്. സോ എനിക്ക് അതെല്ലാം തന്നതിന് മാതാവിന് കോടാനക്കോടി നന്ദി. ഞാനിവിടെ എൻ്റെ പേര് ശോശാമ്മ ജോസഫ്. ഞങ്ങൾ എറണാകുളത്തു നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിന് തേവര കോളേജിൽ സെക്യൂരിറ്റിയായിട്ട് ജോലിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് എന്തോ ഒരു കാരണവശാൽ ജോലിയിൽ നിന്നും പുറത്തു പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞൊരു ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടി എടുത്തു. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഭർത്താവിന് പോയ സ്ഥലത്തുനിന്ന് തന്നെ ജോലിയേക്ക് ചെല്ലാൻ പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചു. ഈ നവംബർ 1-ാം തീയതി ജോലിക്ക് പ്രവേശിച്ചു. ഞങ്ങൾ അത് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ശ്വാസം മുട്ടലൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ കാശ് രൂപമൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി തൈലം പുരട്ടി 34 വർഷമായിട്ടുള്ള ശ്വാസം മുട്ടലും മാറി.
ഞങ്ങൾക്ക് ഇപ്പോൾ സമാധാനം. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. പുള്ളിക്ക് പള്ളിയിൽ പോകാൻ ഞായറാഴ്ച ദിവസം മാത്രമേ പറ്റുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മാതാവ് കുറേ അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട്.